ഭഗവത്ഗീതയിലെ 15-ാമത്തെ ചാപ്റ്റർ പ്രപഞ്ച യാഥാർത്ഥ്യം വിശദമാക്കുന്ന അധ്യായമാണ്. അതിലത്തെ 1-ാമത്തെ ശ്ലോകം തന്നെ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പുതിയ പോർട്ടൽ നമ്മുടെ മനസ്സിൽ തുറന്നു വരത്തക്ക രീതിയിലുള്ളതാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഈ പ്രപഞ്ചത്തിൽ തലതിരിഞ്ഞ ഒരു അരയാലുണ്ട്. സാധാരണ അരയാലിൻ്റെ വേര് താഴോട്ടും കാണ്ഡം മുകളിലോട്ടുമായിരിക്കും. വേര് മുകളിലോട്ടും കാണ്ഡം താഴേക്കും ഉള്ള ഒരു അരയാൽ അത് ഭൗതികമായി നിലനിൽക്കുന്ന ഒരു അരയാലല്ല. എന്നാൽ ഇതിന് അഗാധമായ അർത്ഥതലമാണ് ഉള്ളത്. നമ്മുടെ പ്രപഞ്ചവും അതുപോലെയാണ്. പ്രപഞ്ചത്തിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഭാഗത്തെ നമ്മുടെ താഴെ എന്ന് പറയും. അത് അയഥാർത്ഥ്യമാണ്, അത് അൺറിയലാണ്, അത് ഇല്യൂഷനാണ്. പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം അദൃശ്യമായി മുകളിലാണ് നിലനിൽക്കുന്നത്. എങ്ങനെയാണോ തലതിരിഞ്ഞ അരയാൽ നിലനിൽക്കുന്നത്, അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ദൃശ്യപ്രപഞ്ചം അയഥാർത്ഥ്യമാണെന്നും എന്നാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ വേര് ആധാരം നിലനിൽക്കുന്നത് അദൃശ്യമായ ഒരു തലത്തിലാണെന്നുമാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് കാണാൻ സാധിക്കാതെ ഈ പ്രപഞ്ചം മുഴുവൻ അഖണ്ഡിതമായി നിലനിൽക്കുന്ന ബ്രഹ്മം എന്ന ഫീൽഡാണ് യാഥാർത്ഥ്യം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അയഥാർത്ഥ്യമാണ്. എങ്ങനെയാണോ ഒരു അരയാൽ തലതിരിഞ്ഞ് നിൽക്കുന്നത്, പ്രപഞ്ച യാഥാർത്ഥ്യവും അതേപോലെ തന്നെ തലതിരിഞ്ഞാണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തിക്കുക. താങ്ക് യു.